അന്ന് വന്ന സ്പോട്ടിങ്ങിൻ്റെ അത്രയൊന്നും അല്ല, ഒരു ബ്ലാക്ക് ബ്രൗൺ മ്യൂക്കസ് വരും. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വയറില്ല, നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയുന്നില്ല, ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് ഓരോ ചെക്കപ്പിനും. ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുമോ, ഓക്കെ ആണോ. പക്ഷേ ടുവേർഡ്സ് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് മോൻ്റെ ചവിട്ടൊക്കെ നന്നായിട്ട് കിട്ടി തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അറിയാം മോൻ ഓക്കെ ആണ്, മോന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ടെൻഷൻ അങ്ങനെയാണ് കുറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ലാസ്റ്റ് 2-3 വീക്സ് ആകുമ്പോൾ മൂവ്മെൻറ്റ്സ് കുറയും. കാരണം ബേബി അത്യാവശ്യം ബിഗ്ഗാവും, അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലമില്ല. പക്ഷേ സ്റ്റിൽ പിന്നെ നമുക്ക് അറിയുന്നത് അവർ ബംസൊക്കെ കൊണ്ടിങ്ങനെ നീങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവും, അത് ബംസാണോ അവരുടെ മുട്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെ പോവും. അങ്ങനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ തട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആ സൈഡിലോട്ടൊക്കെ പോവും. അതുകൊണ്ട് നമുക്ക് ഇപ്പം സ്പോട്ടിങ് വരുന്നുണ്ടെങ്കിലും എനിക്കറിയാം ബേബി ഓക്കെ ആണ്, അങ്ങനെ അങ്ങനെ നമുക്കറിയാം. പിന്നെ ഇതും പറയും കേട്ടോ, ഇത്ര മൂവ്മെൻറ്റ്സ്, ഒരു കൗണ്ട് ഡൗൺ ഒക്കെ അവർ പറഞ്ഞു തന്നു, ഇത്ര മിനിറ്റിൽ ഒരു 12 മിനിറ്റ്സിൽ എന്തോ ഇത്രയും കിക്സ് വന്നില്ലെങ്കിൽ ഡോക്ടർ മിനിമം ഓഫ് 3 കിക്സ് അങ്ങനെ എന്തോ ഉണ്ട്. ചില സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ അല്ലേ എത്ര 2 അവേഴ്സിലോ 3 അവേഴ്സിലോ പിന്നെ കിക്ക് വന്നില്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഒരു കാര്യം, ഈ ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം 36th വീക്ക് തൊട്ട് ഉണ്ടായിരുന്നു. അതായത് സ്കാൻ അല്ല, ഒരു വയർ, അതിൻ്റെ ഫോട്ടോസും ഞാൻ ആഡ് ചെയ്യാം, വീഡിയോസൊക്കെ. വയറിലൊരു സംഭവമൊക്കെ വെച്ചിട്ട് അകത്തുള്ള ലിക്വിഡ്, ബേബിയുടെ ഹാർട്ട് ബീറ്റ്, എൻ്റെ ഹാർട്ട് ബീറ്റ് എല്ലാം മോണിറ്റർ ചെയ്യാം. അതായത് ബേബിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല, അത് നമുക്ക് നല്ലതാണ്. അപ്പോൾ അത് പെയിൻഫുൾ ഒന്നും അല്ല കേട്ടോ, വെറുതെ വയറിൽ ബാൻഡ് കെട്ടിയിട്ട് നോക്കുന്നൊരു സംഭവം. അത് 36th വീക്ക്, 37th വീക്ക്, 38th വീക്കിൽ നമ്മൾ ചെയ്തു. 39th വീക്കിൽ അങ്ങനെ ജൂലൈ 12th അമ്മ വന്നു. എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു. എൻ്റെ ബേബി ഷവറൊക്കെ കഴിഞ്ഞു. അമ്മ വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോൾ അമ്മ എത്തി. അന്ന് അങ്ങനെ ഞാൻ ഈ പ്രഗ്നൻസി സമയത്ത് എനിക്ക് രാവിലെ ജോലിക്ക് പോകണമല്ലോ. അതായത് ഈ സ്പോട്ടിങ് വന്നതിന് ശേഷം എന്നെ നന്ദുവാണ് കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. നന്ദു ഓഫീസിലെ ഷിഫ്റ്റ് ഒരു അരമണിക്കൂർ ഡിലേ ആക്കിയിട്ട് കിച്ചു കൊണ്ടുവിട്ടുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ എൻ്റെ ഹൗസ് ഓണർ ചേച്ചി സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി മെറ്റേണിറ്റി ലീവിലായിരുന്നു. ചേച്ചി തിരിച്ച് ജോയിൻ ചെയ്തു ഏപ്രിൽ തൊട്ട് ഞാൻ ചേച്ചിയോടൊപ്പം പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ എന്താ പറയുക, കുറച്ചും കൂടെ എനിക്ക് ഉറങ്ങാൻ പറ്റും. ബസ്സിലാണെങ്കിൽ എനിക്കൊരു 6:15 എഴുന്നേൽക്കണം, മറ്റേ എനിക്ക് 7 മണിക്ക് എഴുന്നേറ്റാൽ മതി. ഒരു 3/4 മണിക്കൂർ ഡസ് മേക്ക് എ ഡിഫറൻസ്. അപ്പം അതെനിക്ക് കുറച്ച്, അത് ബസ്സിൽ പോകുമ്പോൾ വെച്ചാൽ ബസ് കിട്ടുമോ, എൻ്റെ വീട്ടിൽ 4 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ എനിക്ക് 2 ബസ് എടുക്കണം. ബസ് കിട്ടിയില്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് നടന്ന് ഓടായി പോകാനൊന്നും പറ്റത്തില്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഊബറിലൊന്നും പോകാമെന്ന് പറഞ്ഞാൽ അത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചേച്ചിയിലൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് വൈകിട്ടും അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു എക്സ്ട്രാ കെയറും കിട്ടും, ചേച്ചി കൊണ്ടുപോകും. വാഷ്റൂമിൽ ഒന്ന് തലയിറങ്ങി വീണായിരുന്നു, ചേച്ചി പിടിച്ച് കിടത്തി, അങ്ങനെ എന്തോ ഞാൻ ഫെയിൻ്റായിട്ട് അങ്ങ് വീണല്ല, ചേച്ചി പിടിച്ചങ്ങ് ഇരുന്നു. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബ്ലാങ്ക് ആയിരുന്നു. അതൊക്കെ ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ടെല്ലാം നന്നായിട്ടൊക്കെ അങ്ങ് പോയി. അതിനുശേഷം അപ്പോൾ ഞാൻ കിച്ചനോട് എപ്പോഴും പറയുമായിരുന്നു, കിച്ചു എനിക്ക് ഒരു ദിവസം മെറ്റേണിറ്റി ലീവിൽ എനിക്കൊന്ന് ഉറങ്ങണം, നന്നായിട്ടൊന്ന് ഉറങ്ങണം കിച്ചു. അത് രാവിലെ എണീറ്റ് പോവാത്ത രീതിയിൽ എനിക്ക് ഉറങ്ങണം. കാരണം ഞാൻ ലീവ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല, എല്ലാം ഞാൻ മെറ്റേണിറ്റി ലീവിലേക്ക് കൗണ്ട് ചെയ്യാനായിട്ട് വച്ചേക്കുക. കാരണം അവസാനത്തെ ആഴ്ച ഞാൻ അങ്ങനെ ലീവ് എടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ജൂലൈ 12 അമ്മ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് വർക്കിംഗ് ഡേ വർക്ക് ചെയ്ത ദിവസം ഫ്രൈഡേ 12th, പക്ഷേ ഒഫീഷ്യൽ വർക്കിംഗ് ഡേ 17th ആണ്. കാരണം 15, 16, 17 എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന 3 ലീവ് ഞാൻ ആ ദിവസമാക്കി. ഞാൻ ആ വർഷം ലീവേ എടുത്തിട്ടില്ല. ഒറ്റ ദിവസം 2 ദിവസം ഹാഫ് ഡേ എടുത്തു സ്കാനിന്, മറ്റേ ഡോക്ടർ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ ലീവ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ 15, 16, 17 ഞാൻ എൻ്റെ വെക്കേഷനായിട്ട് എടുത്തു. അപ്പോൾ എൻ്റെ ഒഫീഷ്യലി ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ജൂലൈ 17th, എൻ്റെ ഡ്യൂ ഡേറ്റ് ജൂലൈ 18th. ജൂലൈ 12th വരെ ഞാൻ ഫിസിക്കലി പോകുന്നു. 13, 14 വീക്കെൻഡാണ്. അപ്പോൾ ഞാൻ കിച്ചനോട് പറഞ്ഞു ഫൈൻ. വേറൊരു കാര്യം, ഈ 39th വീക്ക് PV കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ജസ്റ്റേഷണൽ ഡയബറ്റിസ് ലൈക്ക് ബോർഡർ ആണെങ്കിൽ പോലും നമുക്ക് 40ാമത്തെ ആഴ്ച വരെ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് പെയിൻ മുന്നേ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബേബി ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ബേബി വലുതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടുവേർഡ്സ് ലാസ്റ്റ് വീക്സിലാണ് ബേബിയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ കൂടുന്നത്, വെയിറ്റൊക്കെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഡെലിവറിയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പം 37 വീക്സ് ആകുമ്പോഴേ ഫുൾ ടേം ആയി. 39 വീക്സ് എന്ന് പറയുമ്പം ഫുള്ളി ഡെവലപ്ഡും ആണ് ലങ്സ് വർക്ക്. അപ്പോൾ ഇനി നമുക്ക് 39 വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു ഡേ സെലക്ട് ചെയ്തോ, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം. ബുധനാഴ്ച 17th ശരിയാ. കാരണം ഞാൻ ആലോചിച്ച എന്താണെന്നറിയോ, അമ്മ ഇവിടെ കുറച്ചൊന്നൊക്കെ ചില്ല് ചെയ്ത് കാരണം ബേബി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ പുറത്തൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അമ്മ വന്ന് അമ്മയെ ജസ്റ്റ് കാനഡയൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെയൊക്കെ വിചാരിച്ചു. കാരണം എനിക്ക് ലീവ് തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ വൈകിട്ടൊക്കെ ഒന്ന് നന്ദു വന്നതിന് ശേഷം കൊണ്ട് കാണിച്ച് അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് 17ാം തീയതി ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇതേ സമയം 17ാം തീയതി
തൊട്ട് ലീവ് ഞാൻ പറഞ്ഞു നന്ദു അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തു. ബലൂൺ കത്തറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡക്ഷൻ ഇൻഡ്യൂസിങ് പ്രോസസ്സാണ്. ലൈക്ക് എന്താ വെച്ചാൽ സെർവിക്സ് റൈപ്പനിങ്, അതായത് സെർവിക്സ് റോ ആയിട്ടിരിക്കുന്ന സെർവിക്സിനെ റൈപ്പൻ ആക്കിയിട്ട് പിന്നെയാണ് അത് ഓപ്പൺ ആവേണ്ടത്. ആ റൈപ്പൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സൊക്കെ അവരെനിക്ക് പറഞ്ഞു. അത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി നല്ല പെയിൻഫുൾ ആണെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ അതിലെത്തിക്കഴിഞ്ഞാൽ നോട്ട് ഗോയിങ് ബാക്ക് അല്ലേ നമ്മൾ. പിന്നെ എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ഡെലിവറി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ നമുക്കതില്ല, കാരണം ഇനി റിയാലിറ്റിയാണ്. അത് സംഭവിച്ചേ പറ്റൂ. ബാക്കി കാര്യങ്ങൾ പോലെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ 17-ന് വേണ്ടി ഡേറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വന്നു. അമ്മ എത്തി, ഭയങ്കര ഹാപ്പി. അപ്പോൾ അടുത്ത ദിവസം സാറ്റർഡേ ആണ്. കിച്ചുവിന് ജോലിക്ക് പോകണ്ട, എനിക്കും പോകണ്ട. അമ്മയുണ്ട്. അമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കള നമ്മളങ്ങനെ അമ്മയ്ക്കും കൊടുക്കുമല്ലോ. അപ്പം കിച്ചുവിന് ആ ടെൻഷനും ഇല്ല. അങ്ങനെ നന്നായിട്ട് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഫ്രൈഡേ ഞാൻ കിടന്നു. ഒരു ശനിയാഴ്ച വെളുപ്പിനൊരു 4 മണിയായപ്പോൾ ചെറിയൊരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു ബാക്ക് പെയിൻ. പക്ഷേ ഓരോ 5 മിനിറ്റിലും ആ ബാക്ക് പെയിൻ. കിച്ചു ഹോളിലാണ് ഉറങ്ങണം, ഞാനും അമ്മയും റൂമിലാണ്. അപ്പോൾ അമ്മയ്ക്ക് ജെറ്റ് ലാഗൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റു മീൻസ് ഉണർന്ന് കിടക്കുക ബെഡിൽ. അച്ഛനെ ഫോൺ ചെയ്യുവാണ്. അച്ഛൻ അവിടെ നാട്ടിൽ ഉച്ചയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പെയിൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നുമല്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ ഒരു ബാക്ക് പെയിൻ ഉണ്ട്, 5 മിനിറ്റിലൊരിക്കൽ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് സഹിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് ഡെലിവറി പെയിൻ ആയിരിക്കും, കാരണം 5 മിനിറ്റിൽ ഇടവിട്ടൊക്കെ വരുന്നെങ്കിൽ. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള നമ്മൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. നമ്മൾ ഒരുപാട് പ്രീനേറ്റൽ ക്ലാസ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. അത് ഇവിടുത്തെ ഒരു ഗുണമാണ്, നമുക്ക് എല്ലാം പഠിപ്പിച്ചു തരും. ഡെലിവറി പെയിൻ എങ്ങനെ മാനേജ് ചെയ്യണം, ബേബി വന്നതിന് ശേഷം ബേബിയെ കുളിപ്പിക്കുന്നത്, അമ്പലിക്കൽ കോഡിൻ്റെ കെയറിങ് എങ്ങനെയാണ്, എല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ അവർ ഈ പെയിനിലും പറയുന്നുണ്ടായിരുന്നു, ആദ്യം നമുക്ക് പെയിൻ വരും, മേ ബി 2 hours അപ്പാർട്ടായിരിക്കും, പിന്നെ അത് ഗ്രാജുവലി 1 hour അപ്പാർട്ടാവും, 15 minutes ആവും, അങ്ങനെ ഒരു 5 minutes 2 minutes ഒക്കെ ആകുമ്പോഴത്തേക്ക് ടുവേർഡ്സ് എൻഡ് ഓഫ് ഡെലിവറി ആണ് നടക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഇത് 5 minutes, അപ്പൊ ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല, ഇത് ഡെലിവറി പെയിൻ ആവാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ആയിരിക്കാം ബാക്ക് പെയിൻ, ചിലപ്പോൾ ഞാൻ ഒത്തിരി നടന്നത് കൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. എന്നിട്ട് 4 മണിക്ക് പെയിൻ തുടങ്ങി, ഒരു 5 മണി 6 മണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് ഡെലിവറി പെയിൻ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സഹിക്കാം കേട്ടോ, എനിക്കങ്ങനെ ഭയങ്കര വേദനയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളൂ ഡെലിവറി പെയിൻ, 5 മിനിറ്റ് ഒരിക്കൽ വരുമ്പോൾ ടുവേർഡ്സ് എൻഡാന്നും പറയണു, എനിക്ക് സഹിക്കാവുന്ന വേദനയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ സംഭവമാണ്, എനിക്കങ്ങ് സഹിക്കാമല്ലോ, ഇത്രേ ഉള്ളൂ. എന്നിട്ടത് പതിയെ രാവിലെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എക്സ്ട്രാ ഫർണിച്ചർ മേടിക്കാനായിട്ട്, അമ്മ വന്നപ്പോൾ നന്ദൊരു ഹാളിൽ കിടക്കാനായിട്ട് കുറച്ചും കൂടെ വലിയൊരു ഫർണിച്ചർ മേടിക്കാനായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോയി. അപ്പോഴെനിക്ക് വേദനയുണ്ട്, പക്ഷേ ഇവരോട് പറയുന്നൊന്നുമില്ല. ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മ ചോദിക്കാൻ എനിക്ക് ചെറിയൊരു വേദന വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഗ്രാജുവലി ആ വേദന 5 മിനിറ്റ് എന്നുള്ളത് കുറയുന്നില്ല, പക്ഷേ ആ ഇൻറ്റൻസിറ്റി ചെറുതായിട്ട് കൂടി, അപ്പോഴും എനിക്ക് സഹിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു പൊളിച്ച്, എനിക്ക് ഒന്നും ഇല്ലല്ലോ, ഇത് ഇത്രേ ഉള്ളൂ, ഇപ്പോൾ പ്രസവിക്കും, ഇത്രേ ഉള്ളൂ. എന്നിട്ടത് വൈകിട്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരു ഉച്ചയ്ക്ക് 3 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങി. ലൈക്ക് എനിക്ക് പെയിൻ നല്ല രീതി, അതായത് എനിക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന പെയിൻ അല്ല. മറ്റേത് ഞാൻ മിണ്ടാതിരിക്കും, മറ്റേത് എനിക്കിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറ്റണില്ല, അങ്ങനെ സൗണ്ട് ഇല്ല. ഒരു 5 മിനിറ്റ് കഴിയും, ഒരു 5 മിനിറ്റ് അല്ല, ഒരു 30-40 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചില്ലാവും, ബാക്കി കാര്യങ്ങൾ. എന്നിട്ട് അപ്പം അച്ഛനൊക്കെ ടെൻഷനായി, ഹോസ്പിറ്റലിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ ഇത് അവിടുത്തെ പോലെ അല്ല, നമുക്ക് നേരത്തെ ഒന്നും ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുത്തെ വേറൊരു പ്രോബ്ലം എന്നല്ല, മേ ബി അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് അത്രയും കെയർ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ നേരത്തെ അഡ്മിഷൻ എടുക്കാത്തത്. അവർക്ക് ആ ഡെലിവറി ടൈം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 centimeter എങ്കിലും ഡൈലേറ്റ് ആവണം, അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ആവുക, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ ഡെലിവറി ടൈമോ ആവാതെ ഇവരെ വെറുതെ അഡ്മിറ്റ് ചെയ്യത്തില്ല. നാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഡിലേ വരുത്തേണ്ട ഒരു പ്രൊസീജിയേഴ്സിനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനോ ഡിലേ വരുത്തേണ്ട. ഇപ്പം ചെന്ന് നിന്ന് പെയിൻ വന്നില്ല, ഓക്കെ, അവിടെ കുറേ നേരം നിന്ന് മേ ബി അടുത്ത ദിവസമായിരിക്കും പെയിൻ വരുന്നത്. ആ ഒരു ഡിലേ, ആ സമയത്ത് വേറൊരു പേഷ്യൻ്റ് വന്നാൽ ചിലപ്പം റൂമോ അങ്ങനത്തെ സാധനങ്ങളോ കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ മേ ബി ആയിരിക്കാം. അതുകൊണ്ട് എന്നിട്ട് അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പോയി നോക്കാം. അച്ഛൻ അമ്മൂമ്മ എല്ലാവരും അവർക്കൊക്കെ പേടിയായി, കാരണം നാട്ടിൽ ഇങ്ങനെ പെയിൻ സഹിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ വേദന തുടങ്ങുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് 39 weeks and 3 days ആയ എന്നെ ഉറപ്പായിട്ട് ഇവർ അഡ്മിറ്റ് ചെയ്യും.
അപ്പം ഇത് വീട്ടിലിരുന്ന് ഇങ്ങനെ വേദന സഹിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ രാത്രി നമ്മൾ ഫർണിച്ചർ ഓർഡർ ചെയ്തിട്ട് അവർ വരാൻ രാത്രി 10 മണി കഴിഞ്ഞു. അപ്പം അവർ വന്നിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇവർ 9 o'clock വരുമെന്നല്ല 8:30 എന്തോ വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഫർണിച്ചർ. അപ്പം നമ്മൾ 8:30 ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയപ്പം അവർ ഡിലേ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡിലേ ലാസ്റ്റ് 10 മണിയായപ്പോൾ അവർ വരുന്നു. അതേ സമയത്ത് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ആർച്ചേനെ രണ്ടും ഒരേ ടൈം ഫർണിച്ചർ ഇറങ്ങുന്നു, ഞാൻ കാറിലോട്ട് കയറുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് കാറിൽ പോകുന്ന വഴി തന്നെ പെയിൻ വന്നു. ഞാൻ നിൽക്കുന്നു, നല്ല പെയിനായി. അപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ലെവൽ ഓഫ് പെയിനിലോട്ട് വന്നു. അപ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ, 5 minutes അപ്പാർട്ട് തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡോക്ടറിനെ വിളിക്കുന്നു 10 മണി 10:30. ഇതിൻ്റെ ഇടയിൽ തന്നെ വൈകിട്ട് അച്ഛനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ മീൻസ് അവിടുത്തെ നേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എത്ര സെക്കൻഡ്സ് വരുന്നുണ്ട്, അതായത് 5 minutes അപ്പാർട്ട് 40 seconds. അവർ പറഞ്ഞു 5 minutes അപ്പാർട്ട് 1 minute നീണ്ടു നിൽക്കുന്ന കോൺട്രാക്ഷൻ വന്നാൽ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പം നന്ദു ഇങ്ങനെ സ്റ്റോപ്പ് വാച്ചും വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു 40-45 seconds ആകുമ്പോൾ എനിക്ക് പെയിൻ കഴിയും. ആദ്യമൊക്കെ 30 seconds ആയിരുന്നു, പിന്നെ 45 ആയി. പക്ഷേ ആ ടൈമല്ല എനിക്ക് ഒട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ഡെലിവറിയും കൂടെ ആയതുകൊണ്ട് ഇതാണോ പെയിൻ അതോ ഇതിന് മേലെ ഉണ്ടോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അത് മാത്രമല്ല ഇത് ഡെലിവറി പെയിൻ ആണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ആദ്യമേ 5 minute ഇടവിട്ട് വരുന്നു. ഇത് ഫോൾസ് പെയിൻസ്, ബ്രാക്സ്റ്റൺ കിക്സ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ടല്ലോ. അങ്ങനെ എന്നിട്ട് എന്നാലും 10 മണിയായപ്പോൾ എനിക്ക് ഒട്ടുമേ പറ്റുന്നില്ല. ഞങ്ങൾ പോയി ഡോക്ടർ ഹോസ്പിറ്റലിലോട്ട് പോയി. അവർ PV ചെയ്തു. എഗെയിൻ PV ചെയ്യാൻ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ അവർ അൺഫോർച്ചുനേറ്റ്ലി നോ. ആ PV എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഇൻഫാക്റ്റ് ആ ഡോക്ടർ ചെയ്ത എൻ്റെ മെയിൻ OB ചെയ്തതിനേക്കാളും എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. എൻ്റെ വയർ പിടിച്ച് താഴ്ത്തിയിട്ടൊക്കെ അവർ ചെയ്തത്. മേ ബി ഞാൻ ഓൾറെഡി കോൺട്രാക്ഷനിലായിരുന്നുകൊണ്ടും ആയിരിക്കാം. അങ്ങോട്ട് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. നോക്കിയിട്ട് അവർ ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്നും ആയിട്ടില്ല, ഫിംഗർ ടിപ്പ് 1 centimeter വീട്ടിൽ പോകും. അത് മാത്രമല്ല ഈ പെയിൻ വരാത്ത സമയത്ത്, അത് പെയിൻ ഇല്ലാത്ത സമയത്ത് ഞാനും കിച്ചും കൂടെ സംസാരിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കും മീൻസ് പൊട്ടിച്ചിരിയല്ല, സംസാരിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡെലിവറി പെയിൻ ആണെങ്കിൽ ഇയാൾ ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കില്ലേ, ഇപ്പം എന്നെക്കാളും പെയിൻ സഹിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്തും ചിരിക്കും അവർ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് PV ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഒന്നും ആയിട്ടില്ല. അവർ കറക്റ്റായിട്ടാണോ PV ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പറഞ്ഞേ, കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം തലേ ദിവസം 1 centimeter ആയി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറയുന്നത് എങ്ങനെയാണ് എൻ്റെ ഡൈലേഷൻ. ഓക്കെ, അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ പാനിക്കായി. കാരണം എനിക്ക് അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലും കൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പെയിൻ അങ്ങ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ പോയിക്കോളാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റുന്നില്ല, ഭയങ്കര പെയിൻ, എന്തോ ചെയ്യുക. അപ്പോൾ അവർ കളിയാക്കി പറയുക ഹസ്ബൻഡിനോട് പാട്ട് പാടിത്തരാൻ പറയുകയും തടവി തരാൻ പറയും. പിന്നെ അവരൊരു തടവുന്ന രീതി പറഞ്ഞു തന്നല്ലേ, ഒരു ടെക്നിക്ക് പറഞ്ഞു. പക്ഷേ നേഴ്സാണ് പറഞ്ഞു തന്നത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തോ ആ പ്രഷർ കൊടുത്ത്, അത് നന്ദുവിനെ പറ്റൂല, ലൈക്ക് ഇവരുടെ ഫിസിക്കുള്ളവർക്കേ പറ്റൂ. എൻ്റെ അമ്മയ്ക്കൊന്നും പറ്റിയില്ല അത്. എന്നിട്ട് ആ രാത്രി വാസ് ഹെൽ, ലൈക്ക് ഭയങ്കര പെയിൻ. എനിക്ക് ഉറങ്ങാൻ വെച്ചാൽ ഞാൻ കരഞ്ഞു അമ്മയെടുത്ത്. കാരണം ഞാൻ മെറ്റേണിറ്റി ലീവ് ഞാൻ അവസാനം വരെ പോയതിനെ ഞാൻ റിഗ്രറ്റ് ചെയ്തു. ഇനി ഒരു ദിവസം ഞാൻ മുമ്പേ എടുത്തൊന്ന് ഉറങ്ങേണ്ടതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം അത് കുഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു പ്രോപ്പർ 8 hours ഓഫ് സ്ലീപ്പൊന്നും ഇന്ന് വരെ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് അതിന് മുമ്പെങ്കിലും ഒരു ദിവസം ഒന്ന് ഉറങ്ങണ്ടേ. പിന്നെ ഉറങ്ങാത്ത പോട്ടെ, ഇത്രയും പെയിനില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റൂല. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു പെയിനിൽ ഞാൻ എങ്ങനെ ഉറങ്ങും? എനിക്ക് പറ്റില്ല. അമ്മ വന്ന് ഹോട്ട് വാട്ടർ ബാഗ് പിടിക്കുന്നു, കിച്ചു പിടിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല. അടുത്ത ദിവസം ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ. അപ്പോഴും അച്ഛനൊക്കെ ഭയങ്കര ടെൻഷനായി. കാരണം ഇങ്ങനെ അപ്പോഴത്തേക്ക് ബേബിയുടെ കിക്സ് ഒന്നും അറിയുന്ന ഒരു ടൈമല്ല, പ്രത്യേകിച്ച് കോൺട്രാക്ഷനൊക്കെ വരും ഇത്രയും പെയിൻ കാരണം. അപ്പോൾ അച്ഛനൊക്കെ ടെൻഷൻ ആവുകയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വരാനല്ലേ പോവും. എനിക്ക് പെയിൻ, ബട്ട് സ്റ്റിൽ എനിക്ക് പെയിൻ 5 minute അപ്പാർട്ടാണ്. അത് ആ ഗ്യാപ്പ് എനിക്ക് കുറഞ്ഞിട്ടില്ല. എന്നിട്ട് അടുത്ത ദിവസം, അതായത് എനിക്ക് ഫ്രൈഡേ, പക്ഷേ പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി അന്ന് ആ ഫ്രൈഡേ നൈറ്റ് അല്ല മീൻ സാറ്റർഡേ മോർണിംഗ് വന്ന പെയിനൊക്കെ ജുജുബിയായിരുന്നു. ഒന്നും അല്ല എന്ന് എനിക്ക് അപ്പം തൊട്ട് എനിക്ക് ചിരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സാറ്റർഡേ രാത്രി തൊട്ട് ഞാൻ പിന്നെ ചിരിച്ചിട്ടില്ല. ഞാൻ കരഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇടയിൽ പോലും. അത്രയ്ക്ക് പെയിൻ. എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റില്ല. കാരണം വാഷ്റൂമിൽ പോയിട്ട് ആ 5 minutesനുള്ളിൽ എനിക്ക് വരണം. എനിക്ക് ആ പെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല. അത് എന്ത് പെയിനാന്ന് ചോദിച്ചാൽ എനിക്കിപ്പം അറിഞ്ഞുകൂടാ പറഞ്ഞു തരാൻ.
ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും പറയും എന്തൊരു വലിയ വേദനയാണ്, അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. പീരീഡ്സ് പെയിൻ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻ അല്ല, എൻ്റെ അഭിപ്രായമാണ്. ഞാൻ വേറൊരാൾക്ക് ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും. എനിക്കത് ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം സാറ്റർഡേ രാവിലെ 4 മണിക്ക് തുടങ്ങിയ പെയിനാണ്. സൺഡേ ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പം പറ്റത്തില്ല, നന്ദു സി സെക്ഷന് പറയാം എന്ന് പറഞ്ഞിട്ട് പോയി. നമുക്ക് അറിഞ്ഞൂടല്ലോ സി സെക്ഷൻ വരെ നോ പറയുന്നൊന്നും. അവിടെ ചെന്ന് അപ്പം ഒന്ന് ആലോചിക്കണം, 36 hours കഴിഞ്ഞു, ഓൾമോസ്റ്റ് 36 hours കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഒരു നല്ലൊരു നഴ്സായിരുന്നു അല്ലേ, നല്ലൊരു നഴ്സ് മാത്രമല്ല, നമ്മളവിടെ വെയിറ്റിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ ചെന്ന് ഇരിക്കാനായിട്ടൊരു പ്രൊവിഷൻസി ഉണ്ട്. അപ്പം നമ്മളവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ആ ബോർഡിൽ എഴുതിയിരുന്നു നമ്മുടെ OB-ആണ് അന്നത്തെ ഈവനിങ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളവിടെ ഇരിക്കുന്ന തൊട്ട് അന്ന് നൈറ്റ് ഫുള്ള് ആ OB-ആണ് ഉള്ളത്. നമുക്കറിയത്തില്ല, അറ്റ്ലീസ്റ്റ് ആ ഡോക്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കാര്യം പറയാം, ഡോക്ടർ സി സെക്ഷൻ ചെയ്യാൻ കുഴപ്പമില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ഇരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ഡോക്ടറിനെ കാണുന്നതിന് മുന്നേ ഇവര് PV ചെയ്ത് ജസ്റ്റ് നോക്കും. അങ്ങനെ നോക്കിയപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ വാട്ടർ ബ്രേക്ക് ആയി. ഞങ്ങൾ യെസ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര സന്തോഷമാണ്. വാട്ടർ ബ്രേക്ക് ആയി ഇത്രയും സന്തോഷമാവുന്ന വേറെ കപ്പിൾ ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിനകത്ത് വെച്ച് തന്നെ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ വിടത്തില്ല, നമ്മളെ അഡ്മിറ്റ് ചെയ്യും. ബാക്കി അഡ്മിഷൻ പ്രോസസ്സിലോട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് അവിടെ തന്നെ എല്ലാവരും പിന്നെ പ്രസവിച്ച പോലെയാണ്, എല്ലാവരും വിളിച്ചു പറഞ്ഞു അവർക്ക് വാട്ടർ ബ്രേക്ക് ആയി, ഇനി ഞങ്ങളെ വിടത്തില്ല, അഡ്മിറ്റ് ആയി. അപ്പോൾ ഡോക്ടർ ഈ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് അവരെന്തോ ഇത് വാട്ടർ ബ്രേക്ക് തന്നെ ആണോ എന്ന് അറിയാൻ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് പർപ്പിൾ കളറൊക്കെ ഈ പ്രശ്നം അറിയോ, ഇവർ ആദ്യം ചെയ്തപ്പോൾ വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഒരു കറക്റ്റ് PV ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വാട്ടർ ബ്രേക്ക് കഴിഞ്ഞിട്ട് അവർ വീണ്ടും PV ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു 4 cm ആയി എന്നും പറഞ്ഞു. ഈ സമയം ഞാൻ ചെന്ന് എന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ, അതായത് അഡ്മിഷൻ റൂമിൽ അതൊക്കെ ഇൻഷുറൻസിന്റെ ഒക്കെ നന്ദൂരെ കൊണ്ടുപോയി. അതാണ് ഇൻഫാക്ട് എന്നെ നന്ദുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ആദ്യത്തെ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നത്തെ ദിവസം മാത്രമാണ്. കാരണം നന്ദുവിനെ അവർ ഇൻഷുറൻസിന് വേണ്ടി കൊണ്ടുപോയി. എന്നെ 5 minutes 10 minutes എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു 3 പെയിൻ വന്ന് പോയല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അലറുന്ന വേദനയായി. എനിക്ക് കരച്ചിലല്ല, എനിക്ക് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ വേദന കുറച്ചൊന്ന് ഇതാവുമല്ലോ. അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് വന്ന് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുക. ഏറ്റവും കോമഡി, ഒരു നഴ്സ് വന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്നോട് പറയുക നീഡിൽ വെച്ചിട്ട് ഇച്ചിരി വേദനിക്കുന്നു, അതായത് ബ്ലഡ് എടുക്കുന്ന ഇച്ചിരി വേദനിക്കുന്നു. എനിക്ക് ദേഷ്യമാണ്. അതാണ് ഈ പ്രസവവേദന അനുഭവിക്കുന്ന എന്നോട് ബ്ലഡ് എടുക്കുവാണ് ഇച്ചിരി വേദനിക്കുന്നു. എനിക്ക് ആ വേദന ഒന്നും ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അവർ പാരലി ടെസ്റ്റൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്കും 3:30 4 മണിയൊക്കെ ആയി. എന്നെ അവർ അടുത്ത ബർത്ത് സ്യൂട്ടിലോട്ട് മാറ്റി. പിന്നെ അങ്ങോട്ടൊരു VIP ട്രീറ്റ്മെൻറ്റാണ്. ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് എക്സാമിൻ ചെയ്യുന്ന വരെ ഭയങ്കര ഡിലേ ആണ്. പക്ഷേ വൺസ് നമ്മൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകും. പിന്നെ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ മോശം അനുഭവം വന്നു എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് പ്രശ്നമാവണം എന്നില്ല, എല്ലാം ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞങ്ങളുടെ ഡെലിവറിയുടെ ഹോസ്പിറ്റൽ ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത്. ബർത്ത് സ്യൂട്ട് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ റിസോർട്ടൊക്കെ പോലെ ഒരു വലിയ റൂമിൽ ഞാനുണ്ട്, അമ്മയുണ്ട്, നന്ദുണ്ട്, ഞങ്ങൾ 3 പേരും എൻ്റെ അകത്താണ്. ഭയങ്കര പെയിനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എപ്പിഡ്യൂറൽ വേണോ? ഞാൻ പറഞ്ഞു പിന്നെ എപ്പിഡ്യൂറൽ വേണം. സൺഡേ ഉണ്ട്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഒരു എമർജൻസി C സെക്ഷന് നിൽക്കുവാണ്. C സെക്ഷൻ തന്നെയാണ്, എന്തോ എമർജൻസി C സെക്ഷന് നിൽക്കുവാണ്. അപ്പോൾ ആ ഡോക്ടർ വരെ ഇച്ചിരി ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പെയിൻ്റെ ഇൻറ്റൻസിറ്റി 2 മിനിറ്റിൽ ഒരിക്കലായി, ഭയങ്കരമായിട്ട് കൂടി. എൻ്റെ ഇടയിൽ അവർ വന്ന് PV ചെയ്തു 5 cm ആയെന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം അത്രയ്ക്ക് എനിക്ക് വേദനയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഞാൻ മരിച്ചു, എനിക്ക് ഇതിനപ്പുറം എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ മറക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കുന്നതാണ്. അമ്മ എനിക്കിനി പറ്റൂല, ഇതിനപ്പുറമാണെങ്കിൽ ഞാൻ മരിക്കും, എനിക്ക് അത്രയ്ക്ക് വേദന എടുക്കുന്നു. 5 മണി 5:30 ആയപ്പോഴത്തേക്ക് ഫൈനലി ആ ഡോക്ടർ വന്നു. ഞാൻ എൻ്റെ ഇടയ്ക്ക് മറ്റേ ബർത്ത് ബോളൊക്കെ കൊണ്ടുപോകുന്നു. അത് ഞാൻ ഈ പേർലി മണിയുടെ വീഡിയോ ഒക്കെ കാണുവേ. അത് ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ചെറുടെ നിലയുടെ ബർത്ത് വീഡിയോ കണ്ടിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അവളെ പാട്ട് കേൾക്കുന്നതും എനിക്ക് പെയിൻ മാനേജ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പെയിൻ വന്ന സമയത്ത് ഞാൻ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്തപ്പോൾ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഈ ടെക്നിക്കൊന്നും. അമ്മ നന്ദുവിനോട് ചെന്ന് പറയുക അവൾക്ക് ശ്വാസം മുട്ടലും ഉണ്ടെന്ന് തോന്നുന്നു, നന്ദു അവൾക്ക് ശ്വാസം മുട്ടലുണ്ട്. അമ്മ ശ്വാസം മുട്ടലല്ല, ഞാൻ ബ്രീത്തിങ്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പേർലി ബർത്ത് ബോളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ബേർഡ് ബോൾ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇത്ര പെയിനിലാണ് പോടേത് അറിഞ്ഞില്ലല്ലോ. അന്ന് ആ സമയത്ത് പറയുമ്പം വലിയ പെയിനൊന്നും ഇല്ലായിരുന്നു.
അപ്പം അവിടെ ചെന്ന് അവർ വന്ന് ചോദിച്ചു ബേർത്ത് ബോൾ കൊണ്ടുവരട്ടെ, അനസ്തേഷ്യനെ എന്നിട്ട് അവർ കൊണ്ടുവന്നു ബേർത്ത് ബോൾ വന്നു, അനസ്തേഷ്യന് അറ്റ് ദ സെയിം ടൈം വന്നു. ഞാൻ ബേർത്ത് ബോളിലൊന്നും എനിക്കൊന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് മാറി, എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇരുന്ന് എല്ലാവരും പറയും എപ്പിഡ്യൂറൽ ഭയങ്കര പെയിൻഫുൾ ആണ്, ഭയങ്കര വേദനയാണ്. പക്ഷെ എനിക്ക് അപ്പോഴേ 7 സെന്റിമീറ്റർ ഓൾറെഡി ഡയലേറ്റ് ആയി. കാരണം അപ്പം കുറച്ചും കൂടെ ലേറ്റ് ആയെങ്കിൽ എപ്പിഡ്യൂറിൽ പറ്റാത്തൊരു സ്റ്റേജ് എത്തിയേനെ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിനായി. ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഭയങ്കര പെയിനായി എനിക്ക്. എന്നിട്ട് അവർ എപ്പിഡ്യൂറിൽ, അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു നീഡിൽ കയറ്റുന്നതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കപ്പം വേണം, എന്തെങ്കിലും ഒരു പെയിൻ റിലീഫ് ഉണ്ടെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് എടുത്തു. പക്ഷേ എനിക്ക് ഒന്നും തോന്നിയില്ല, ഒരു വേദന എനിക്ക് തോന്നിയില്ല. എൻ്റെ അമ്മയൊക്കെ അപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് മാറി, അമ്മയ്ക്ക് പേടിയായത് കണ്ടുകൊണ്ടിരിക്കുകയെന്നുണ്ട്, കിച്ചു കൂടെ തന്നെ നിന്നു. എനിക്ക് അതിൽ നിന്ന് വലിയ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് എപ്പിഡ്യൂറലിൻ്റെയൊക്കെ എനിക്ക് ഇഞ്ചക്ഷൻ്റെ വേദന പോലും ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ ലോവർ ബോഡി നമ്പായി, ലൈക്ക് ഫുള്ളി എന്നല്ല, ഒരു തരിപ്പ് പോലെയൊക്കെ ആയിട്ട് ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഞാൻ ഷിവറിങ് തുടങ്ങി. എന്നിട്ട് എന്നോട് നേഴ്സ് എന്ന് പറഞ്ഞു ഇനി ഉറങ്ങിക്കോ കുറച്ച് നേരം എന്ന്. കാരണം ഞാൻ 2 ദിവസം ഉറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ ഷിവറിങ്ങിൽ ഞാൻ എങ്ങനെ ഉറങ്ങും, ഇതുവരെ വേദന കാരണം ഉറങ്ങിയില്ല, ഇപ്പോൾ ഷിവറിങ്. പക്ഷേ താങ്ക്ഫുൾ ആയിരുന്നു, എനിക്ക് പെയിന് ഇല്ല. പെയിൻ എന്ന് വെച്ചാൽ പ്രഷറുണ്ട്, കോൺട്രാക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ അടിവയറിൽ നിന്ന് ഭയങ്കര ഒരു കുറേ ബ്രിക്സ് എടുത്ത് നമ്മുടെ വയറിലിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു പ്രഷർ വരുന്നുണ്ട്. പക്ഷേ പെയിൻ എന്ന് പറയുന്ന സഹിക്കാൻ പറ്റാത്തതിനപ്പുറം എനിക്ക് പെയിൻ ഇല്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് പെയിൻ വരുന്നു. അപ്പോൾ അവർ സൈഡിലൊരു ട്യൂബ് കാണിച്ചു തന്നു, എപ്പിഡ്യൂറലിൻ്റെ ഡോസ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു ഓവർ ഡോസ് ആവില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അതൊരു ലെവലുണ്ട്, അതിനപ്പുറം അത് മേലോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പ്രസ് ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പെയിൻ കുറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പെയിൻ, കാരണം ഇവർ ഓക്സിറ്റോസിൻ കൊണ്ടിട്ടു, സർവിക്സ് പെട്ടെന്ന് ഡൈലേറ്റ് 10 സെൻറ്റിമീറ്ററിലേക്ക് പെട്ടെന്ന് ആവാനായിട്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെയിന് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പെയിൻ വേണം, എന്നാലേ പുഷ് ചെയ്യാൻ ഈസി ആയിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ പുഷ് ചെയ്യാൻ ടൈം ആയോ. അതിനുശേഷം PV നടക്കുന്നുണ്ട്, പക്ഷേ എപ്പിഡ്യൂറലിന് ശേഷമുള്ള PV ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പെയിനില്ല. അതായത് തുടക്കത്തിലൊരു പെയിനേ ഉള്ളൂ, അകത്ത് ചെന്ന് അവർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ അറിയത്തില്ല. തുടക്കത്തിലുള്ള പെയിനുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആയി, ഇനി പുഷ് ചെയ്യാതോളാൻ ഒരു 7:30 ആയപ്പോൾ വന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓക്കെ പുഷ് ചെയ്യാൻ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എങ്ങനെ പുഷ് ചെയ്യണമെന്ന്. അമ്മ ബാക്കിലാണ് നിൽക്കുന്നത്, ഞാൻ ഇങ്ങനെ കിടക്കുക, കിച്ചു എൻ്റെ റൈറ്റ് സൈഡിൽ നിൽപ്പുണ്ട്, അമ്മ ബാക്കിൽ, അമ്മയ്ക്ക് പേടി, അമ്മ ബാക്കിൽ നിൽക്കും, ലെഫ്റ്റ് സൈഡിൽ മോണിറ്റർ. എൻ്റെ നേഴ്സ് ഒരു 7 month പ്രഗ്നൻ്റ് ആയ നേഴ്സായിരുന്നു. അപ്പോൾ എൻ്റെ പേടി ഞാൻ ഇവരെ ചവിട്ടി ഇടുമെന്നായിരുന്നു. ഞാനപ്പോൾ അവരോട് പറയുന്നുണ്ട് ബി കെയർഫുൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ചെയ്തോളും. കാരണം എനിക്ക് പേടി, നമുക്ക് ഇത്രയും വേദന ഉള്ളപ്പോഴേ, നമ്മളിപ്പം കിച്ചു ആണെങ്കിൽ എന്നെ പിടിക്കുന്ന സമയത്ത് ഞാൻ കിച്ചുവിനെ തിരിച്ചൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്, ഇവരെ വല്ലതും ഞാൻ തട്ടിയാലോ, പേടിയല്ലേ. അപ്പോൾ അവർ പറഞ്ഞു നോ അവർക്കിതൊക്കെ ശീലമുണ്ടല്ലോ. നല്ലൊരു നേഴ്സായിരുന്നു, വേറൊരു സ്റ്റാഫ് എല്ലാവരും നല്ലതായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ OB തന്നെ, അങ്ങനെ അത് ഭയങ്കര ഫോർച്ചുനേറ്റായിട്ടേ കിട്ടാറുള്ളൂ, ലൈക്ക് ഭയങ്കര റെയറാണ് നമ്മുടെ നോക്കിയ OB തന്നെ നമ്മുടെ ഡെലിവറിക്ക് ഉണ്ടാവുക എന്ന്. അതും വെജൈനൽ ഡെലിവറിക്ക്. C-സെക്ഷൻ ആണെങ്കിൽ അവർ അതനുസരിച്ച് ചെയ്യും. അപ്പോൾ ഞാൻ പറയില്ലേ നമ്മൾ അങ്ങോട്ടൊന്ന് C-സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ, അവരതൊന്നും മൈൻഡൊന്നും ചെയ്തില്ല. എന്നിട്ട് ഓക്കെ നമ്മുടെ പുഷ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം ഞാൻ പുഷ് ചെയ്തു, അത് തെറ്റായിരുന്നു, ഞാൻ സൗണ്ട് ഉണ്ടാക്കി പുഷ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു റൈറ്റ് വേ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് പുഷ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഗുഡ്, ഇത് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ വൊമിറ്റ് ചെയ്തു, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താ കഴിച്ചത് എന്താ വൊമിറ്റായി പോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വൊമിറ്റ് ചെയ്തു. അപ്പം നന്ദു ഇങ്ങനെ ഒരു കാലല്ലേ എങ്ങനെ പിടിച്ച ഒരു കാല് ഞാൻ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു, ഇങ്ങനെ ബാക്കിലോട്ട് ലോക്ക് ചെയ്തു, മറ്റേ സൈഡ് നേഴ്സും ഞാനും കാണാം, അവർക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഞാനും കൂടെ പിടിച്ചു. കാരണം അത് എത്രത്തോളം ബാക്കിലോട്ട് വലിയുന്നു അത്രയും നമുക്ക് ഗ്രിപ്പ് കിട്ടും പുഷ് ചെയ്യാനായിട്ട്. അമ്മ ബാക്കിൽ നിൽക്കുകയാണ്. ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു കോളോ, എന്നാൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ കോൾസ് വരുമല്ലേ, അപ്പം അമ്മ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തപ്പോൾ എൻ്റെ കാലിങ്ങനെ പൊക്കി വെച്ചേക്കുവാണല്ലോ, അപ്പോൾ ബ്ലഡും ഒക്കെ അമ്മയ്ക്ക് ഫ്രണ്ടിൽ കൂടെ പോയാൽ കാണാൻ പറ്റും. അമ്മ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ കാലിൻ്റെ അവിടെ നോക്കിയിട്ട് അമ്മ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോയി. അത് കണ്ട് ഞാനും വല്ലാണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ അത്രയ്ക്ക് ബ്ലഡ് എന്തെങ്കിലും വരുന്നുണ്ടോ അവിടെ. പക്ഷേ കിച്ചു ഭയങ്കര കൂളായിട്ടാണ് തന്നെ, കാരണം ഞാൻ ഒട്ടും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്ര. കാരണം ഫസ്റ്റ് ഡെലിവറി ആണ്, ചിലപ്പോൾ ഇനി നമുക്കറിയാം ഇതൊക്കെയാണ് എന്നുള്ളത്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അടുത്തത്, ബട്ട് സ്റ്റിൽ ഇതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇത് കിച്ചു കറക്റ്റായിട്ട് പിടിച്ച് നിന്നിട്ട് കറക്റ്റായിട്ട് മറ്റേ ക്രിക്കറ്റിനൊക്കെ ചെയർ ചെയ്യുന്ന പോലെ കമോൺ എന്ന് പറഞ്ഞ് ഈ 10 സെക്കൻഡ് നമ്മൾ പുഷ് ചെയ്യണം. അങ്ങനെ ശ്വാസം കറക്റ്റായിട്ട് എടുത്ത് പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കുറേ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു എത്ര നേരം പുഷ് ചെയ്യേണ്ടി വരും എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു നാളെ മോർണിംഗ് 2:30-3 ഒക്കെ ആകുമ്പോൾ ബേബി വരും. എത്രത്തോളം എത്രത്തോളം നന്നായിട്ട് പുഷ് ചെയ്യുന്നു, മറ്റേ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അത്രയും നന്നായിട്ട് മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ എത്രത്തോളം നന്നായി ഞാൻ പുഷ് ചെയ്യുന്നു അത്രയും വേഗം ബേബി കിട്ടും.
ശരി ഞാൻ പുഷ് ചെയ്യുന്ന എന്നിട്ട് പെയിൻ വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യണം, അങ്ങനെയാണ് നമുക്കപ്പോൾ. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ, എനിക്ക് പുഷ് ചെയ്യണം നമുക്ക് ആ ഒരു ഏർജ് തോന്നും, മോണിറ്റർ കാണാനും പറ്റും, നമുക്ക് പിന്നെ ആ ഒരു ഏർജ് വരും പുഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീണ്ടും പുഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 9:15 ആയപ്പോഴത്തേക്ക് കിച്ചു പറഞ്ഞു മുടി കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പം മുടി കാണുക, പിന്നെ ഞാൻ പാരലി ചോദിക്കുന്നുണ്ട് കിച്ചു എന്തായി, എനിക്ക് കാണുന്നില്ലല്ലോ, കിച്ചു എന്തായി. അപ്പോൾ കിച്ചു പറഞ്ഞ് എടി വലുതാവുന്നുണ്ട്, കാരണം വജൈന കീറുന്നുണ്ട്. ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ വജൈന കട്ട് ചെയ്ത് വിടും. എനിക്ക് എൻ്റെ നാച്ചുറൽ ടയറായിരുന്നു, ഞാൻ പുഷ് ചെയ്തപ്പോൾ തന്നെ നാച്ചുറലി ടയറായി. അപ്പോൾ കിച്ചുവിന് മുടി കണ്ടു തുടങ്ങി. അപ്പോൾ എന്നോട് ഈ മുടി തല കാണുന്നുണ്ട്, പുഷ് ചെയ്തോ എന്ന് പറഞ്ഞ്. അങ്ങനെ തല വന്ന സമയത്ത് നേഴ്സ് ഒരു മെയിലോ എന്താണ്ടൊരു സാധനം ഡോക്ടറിനെ അയച്ചു. ആ സമയം വരെയും നന്ദുവും നേഴ്സും മാത്രമാണ് അവിടെ ഉള്ളത്, പിന്നെ അമ്മയുണ്ട്. അപ്പത്തേക്ക് ഡോക്ടർ വന്നു, പെട്ടെന്നല്ലേ അപ്പം തന്നെ ഡോക്ടർ വന്നു, പുഷ് ചെയ്യാൻ പറഞ്ഞു. പുഷ് തലവെളിയിൽ വന്നു, ഡോക്ടർ ഇങ്ങനെ എടുത്തു. അത് പറഞ്ഞ ശരിയാണ്. ആ ഒരു പ്രസവ വേദന, മോൻ്റെ തല വെളി വന്നതോടുകൂടി എൻ്റെ ആ പ്രസവ വേദന കഴിഞ്ഞു. അത് സത്യം തന്നെയാണ്. പിന്നെ ക്രാംസ് സ്റ്റില്ലുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അത് എനിക്ക് ഡെലിവറി കഴിഞ്ഞ് 2-3 ആഴ്ചയോളം ഒരു ക്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തിങ്ങനെ മോനെങ്ങനെ വെച്ചു തന്നു. ഭയങ്കര മാജിക്കലായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. എന്ത് തോന്നി അപ്പോൾ? അപ്പം ഭയങ്കര ഹെവൻലി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. വന്ന് ആർച്ചയുടെ നെഞ്ചിലെടുത്ത് വെച്ചെടുത്ത് കരഞ്ഞു. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് അമ്പരിക്കൽ കോഡ് കട്ട് ചെയ്യാൻ പറഞ്ഞു. 2 ക്ലിപ്പ് ഇട്ടിട്ട്, അത് നമ്മുടെ ഓപ്ഷൻ ആട്ടോ. അപ്പം നന്ദു പാനിക് ആണെങ്കിൽ അവർ വേണ്ടാന്ന് പറയും. പക്ഷെ നന്ദു ഭയങ്കര കൂളായിരുന്നു, നന്ദു കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു 1 hour ബേബിയുടെ നെഞ്ചി തന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ ആ മറ്റേ ദേഹത്തൊക്കെ മറ്റേ വൈറ്റ് കളർ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തുടക്കുകയൊന്നും ചെയ്തില്ല. അത് ബേബിക്ക് വേണ്ടതാന്ന് അവർ പറഞ്ഞത്. നമ്മൾ ആദ്യമേ തുടച്ച് കളയാൻ പാടില്ല, കാരണം ഔട്ടർ ഇതിലേക്ക് ബേബിക്ക് അക്കോമഡേറ്റ് ആവണ്ടേ ഔട്ടർ അറ്റ്മോസ്ഫിയറുമായിട്ട്. അപ്പോൾ അവൻ എൻ്റെ നെഞ്ചിൽ തന്നെ കിടന്നു, സ്കിൻ ടു സ്കിൻ ആയിട്ട് തന്നെ കിടന്നു. എന്നിട്ട് അവർ ഡെലിവറി ആ ബേബി എടുക്കുന്ന സമയത്ത് കീപ് ദ ക്യാമറാസ് റെഡി എന്ന് അവർ പറഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനാണ്. അതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല, ലൈക്ക് പുഷിങ്ങോ അങ്ങനെയാണ്. എന്തൊക്കെയൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നത്തില്ല വീഡിയോ എടുക്കാൻ, നമുക്ക് തോന്നൂല. ഈവൻ ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, എനിക്ക് പോലും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷെ അമ്മയ്ക്ക് അറിയാം ഇതൊക്കെ കിട്ടുന്ന മൊമെന്റ് അല്ലേ. അമ്മ എടുത്തു, എന്നിട്ട് അമ്മ ഡോക്ടർ കാണാതൊക്കെ എടുത്തു. എൻ്റെ അമ്മ കീപ് ദ ക്യാമറാസ് റെഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ എടുത്ത് ഇങ്ങനെ ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു. മോനെ ഇങ്ങനെ ലാസ്റ്റ് വലിച്ച് നമ്മുടെ നെഞ്ചിലോട്ട് കെട്ടിയുന്നതും അമ്മ കിച്ചു അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ ഡോക്ടർ സ്റ്റിച്ച് ഇടാൻ തുടങ്ങി. വേദന ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് ആ പ്രസവം കഴിഞ്ഞ് അവിടെ ഇത്രയും ടിയറായി നമുക്ക് അവിടെ ഒരു മരവിപ്പായിരിക്കും. അപ്പോൾ നമുക്ക് അത്രത്തോളം അത് ഫീൽ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എത്ര സ്റ്റിച്ചുണ്ട്, എത്ര ഡിഗ്രി ടയറാണ്. അപ്പോൾ അവരൊരു 2nd ഡിഗ്രി ടയറാണ്, എത്ര 5 സ്റ്റിച്ച് എന്തോ ആയിരുന്നു ടയറാണ്, സ്റ്റിച്ചൊക്കെ ഇട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ബ്ലീഡിങ് ഒക്കെ തുടങ്ങി. ഈ ഡെലിവറിക്ക് ശേഷം തന്നെ ഒരു പ്ലാസൻ്റെ ഡെലിവറി ചെയ്തു. പിന്നെ എല്ലാം ചടപട മോനെ കിട്ടിക്കഴിഞ്ഞു, വയറ് പ്രസ് ചെയ്ത് പ്ലാസൻ്റെ ഒരു ഇത് കളഞ്ഞു. മോനെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം അങ്ങോട്ടേ കൺസേൺ അല്ല. ഇവിടെ നമുക്ക് നാട്ടിൽ പോലെ അല്ലല്ലോ, വെളിയിൽ കുഞ്ഞിനെ കൊണ്ടുവരുന്ന പരിപാടിയല്ല, എല്ലാം അകത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ജെൻഡർ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. പിന്നെ അപ്പം തന്നെ എന്താ പറയുക, നാട്ടിൽ നിന്ന് കോൾ വരുന്നു, മോനെല്ലാവരും അപ്പം തന്നെ കാണുന്നു, എന്നെ അങ്ങനെ തന്നെ കാണുന്നു. ഭയങ്കര മാജിക്കലായിട്ടുള്ള കുറേ നേരം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമുക്ക് 4 മണി വെജൈനൽ ഡെലിവറി ആണെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം. അതാണ് ഇവിടുത്തെ ഒരു നമ്മൾ ബേബിയും കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ നെക്സ്റ്റ് ഡേ ബേബി കൊണ്ട് കുറച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വരണം. അപ്പോൾ ഈ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് പെയിൻ ഉണ്ട്, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് നല്ല, ഞാൻ ബെഡിൽ തന്നെയാണ്. പ്രസവം കഴിഞ്ഞേ ഉള്ളൂ. 1 hour മോൻ ജനിച്ച് 1 hour എൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് അവനെ ബാക്കി വെയിറ്റ് നോക്കാനും അവന് ഫീഡ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി. വെയിറ്റ് നോക്കി പാല് കൊടുത്ത് അതിനൊക്കെ അവർ കൊണ്ടുപോയി. അതിനുശേഷം എൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞു, വാഷ്റൂമിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വാഷ്റൂമിൽ പോകണ്ട. അപ്പോൾ അവർ പറഞ്ഞു ഇല്ലെങ്കിൽ റൂമിൽ ചെന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ശരി, ഞാൻ റൂമിൽ ചെന്ന് പൊക്കോളാം, കാരണം എനിക്ക് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേടി, ഇതെങ്ങനെ ഞാൻ അവിടെ ചെന്ന് യൂറിനേറ്റ് ചെയ്യാൻ എനിക്ക് പേടി, എനിക്ക് ആലോചിക്കാൻ വയ്യ ഇത്രയും സ്റ്റിച്ചൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക്, എന്നിട്ട് എന്നെ വീൽ ചെയറിലിരുത്തി കുഞ്ഞിനെ എൻ്റെ കൈ തന്നു, നമ്മളെ റൂമിലോട്ട് മാറ്റി. റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു യൂറിൻ പാസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് സെമി പ്രൈവറ്റ് ആണ് കിട്ടിയത്, കാരണം വെജൈനൽ ഡെലിവറിക്ക് അവർ 1 day അഡ്മിഷനേ ഉള്ളൂ മാക്സിമം. അതുകൊണ്ട് അവർ സെമി പ്രൈവറ്റേ തരത്തുള്ളൂ. C-section ആണെങ്കിൽ 48 hours ആയതുകൊണ്ട് അവർ പ്രൈവറ്റ് റൂം തരും. ഓക്കെ, നമുക്കത് ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് നേഴ്സ് എന്ന് പറഞ്ഞു വാ നമുക്ക് വാഷ്റൂമിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വാഷ്റൂമിൽ പോകണ്ട,
അപ്പോൾ അവരോട് ഇല്ല വാഷ്റൂം പോകണം, അവൻ എനിക്ക് പോകണ്ട. അപ്പോൾ പറഞ്ഞു ഇല്ല അത് പോയാലേ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ പോകണ്ടാത്തതുകൊണ്ടല്ല, എനിക്ക് ഇത്രയും നടക്കുന്ന ആലോചിക്കാൻ വയ്യ. സെമി പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വാഷ്റൂമിലോട്ട് എത്താൻ. എന്നെ അവർ പിടിച്ചു, നന്ദു പിടിക്കാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു പിടിക്കണ്ട, തനിയെ നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. നല്ല വേദന വെച്ചാൽ സ്റ്റിച്ച് ഇട്ടേക്കുമല്ലേ, അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രസവം, എൻ്റെ മനസ്സിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, എല്ലാവർക്കും തോന്നുമെന്ന് എനിക്കുണ്ട്, പ്രസവം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ആ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. എൻ്റെ മോനെ കണ്ടു, അതിനൊക്കെ അപ്പുറം കഴിഞ്ഞല്ലോ, നമ്മൾ കുറേ നാളായിട്ട് പേടിച്ച സാധനം കഴിഞ്ഞല്ലോ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ വാഷ്റൂമിൽ പോയി ചെന്ന് ഇരുന്നു, കുറേ ബ്ലഡ് വന്നു. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും ബ്ലഡ് തന്നെ വെക്കൊണ്ടിരിക്കണേ. എന്നിട്ട് വേറൊരു പരിപാടിയുണ്ട്, ഇവർ ഇടയ്ക്കിടയ്ക്ക് വയറ് വന്ന് പ്രസ് ചെയ്തിട്ട് ബ്ലീഡിങ് കറക്റ്റാണോ എന്ന് നോക്കുക. അവർ സ്റ്റിച്ച് ഇട്ടത് കൂടി പോയിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കുന്നത്, കറക്റ്റായിട്ട് വരാനുള്ളതൊക്കെ ഉണ്ടോ നോക്കുന്നതായിരിക്കും. പ്രസ് അത് തന്നെ, അത് കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ളത് പ്രസ് ചെയ്ത് എല്ലാം പോകാനായിട്ട്. അയ്യോ ഒരു പ്രസ് ചെയ്ത് അത് ഭയങ്കര പെയിൻഫുൾ ആണ്. പക്ഷേ ഡെലിവറി പെയിനായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ. അത് കഴിഞ്ഞ് ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു, പിന്നെ മോനായി, അങ്ങനെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഭയങ്കര വേസ്റ്റ് ആയിരുന്നു അല്ലേ? ബ്ലീഡിങ് വന്ന സമയത്ത് അത് സത്യം പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്, അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ. ഇത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ എമർജൻസിയിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഡെലിവറി ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് കനേഡിയൻ മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച്. ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ നാട്ടിലിപ്പോൾ ഈ ബ്ലീഡിങ് വന്ന സമയത്ത് നമ്മൾ ആലോചിച്ചു, നാട്ടിലാണെങ്കിൽ 7:30 ഹോസ്പിറ്റലിൽ എത്തി 8 മണിക്കുമ്പോൾ നമ്മൾ കാര്യം പറഞ്ഞ് ഇറങ്ങും. ഈവൻ ചെറിയൊരു പനി വന്നാൽ പോലും നമുക്കൊരു മെഡിസിൻ കിട്ടി ഇറങ്ങും. പെട്ടെന്ന് നടക്കും. നാട്ടിൽ ഇത് കണക്ക് ലൈനപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് 1 മണിക്കൂറിൽ എല്ലാ കാര്യം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, അവിടെ നമുക്ക് കാശ് കൊടുക്കണം, ഇവിടെ കാശ് കൊടുക്കണ്ട. പക്ഷെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു കുറച്ച് കാശ് കൊടുത്താലും സാരമില്ല, നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് തോന്നിപ്പോ. അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് ഡെലിവറിയുടെ ആണെങ്കിലും നമുക്ക് ഭയങ്കര നല്ലതായിരുന്നു, എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഓക്കെ അവർ തിരിച്ചു വിട്ടു, അതൊക്കെ കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് അവർ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഉള്ള പേഷ്യൻസിന് കെയർ കിട്ടാനായിരിക്കാം. അങ്ങനെ എല്ലാവരെയും പിടിച്ച് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിച്ച് പറഞ്ഞ പോലെ തന്നെ കെയർ കിട്ടേണ്ട പേഷ്യൻസിന് കെയർ കിട്ടത്തില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ നമുക്ക് വൺസ് അഡ്മിറ്റ് ആയതിനു ശേഷം അത് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നുണ്ട്. ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈ ഷുഗർ സാധാരണ പോകണമല്ലോ, അപ്പോൾ അത് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പാവം മോനും ഉണ്ടായിരുന്നു. എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മോന് 3 നേരം ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ ഞാൻ ശപിച്ചു ആ സമയത്ത്. പാവ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കരയിക്കുമല്ലേ. അങ്ങനെ അവന് 3 നേരം വെച്ച് ജനിച്ച് ആ ഒരു 24 hours ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാണ്. ജോണ്ടിസ് ടെസ്റ്റ് കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. ഹാർട്ടിൻ്റെ കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം അപ്പം തന്നെ. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്ത ഹിയറിംഗ് ടെസ്റ്റിനുള്ളതും എല്ലാം നമുക്ക് തന്നു. എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ കാർ സീറ്റ് ഇവിടെ മാൻഡേറ്ററി ആണല്ലോ, വളരെ നല്ല കാര്യമാണ്. ബേബി അവർ കാർ സീറ്റ് അവർ നോക്കും, എന്തൊക്കെയോ മാർക്സ് ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അവർ നോക്കി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മളിത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ കിച്ചനോട് ചോദിച്ചു ബില്ലൊന്നും അടയ്ക്കണ്ടേ, ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോവാമോ? കാരണം നാട്ടിലൊക്കെ നമ്മളിങ്ങനെ അഡ്മിറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ബിൽ ക്ലിയറൻസ് ചെയ്യുന്നൊരു സാധനം കിട്ടണം അങ്ങനെ. അപ്പോൾ കിച്ചു പറഞ്ഞു ഇല്ല നമുക്ക് പോവാം, ഇവിടെ വേറൊന്നുമില്ല, ആകെ ഞങ്ങളുടെ കാശായത് പാർക്കിങ്ങിനാണ്, പാർക്കിംഗ് കാശാവും, അല്ലാണ്ട് വേറെ നമ്മൾ ടാക്സ് നമ്മുടെ അത്രയ്ക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കമ്പനി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ബൈ വീക്കിലി നല്ലൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പം മെഡിക്കൽ ഫ്രീ ആണെന്ന് പറയാം, പക്ഷേ ഇതെല്ലാം നമ്മുടെ നിന്ന് പോകുന്ന കാശ് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ പോയി, അങ്ങനെ ഡെലിവറിയൊക്കെ സംഭവബഹുലമായി കഴിഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെയിൻ ഒബ്വിയസ്ലി ആരൊക്കെ സുഖപ്രസവം എന്നുള്ള പേരൊന്നും പറയരുതെന്ന് മാത്രമേ ഉള്ളൂ, നല്ല സുഖമില്ലാത്തൊരു പ്രസവമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് നമ്മുടെ പ്രസവം കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു ഡോക്യുമെൻ്റ് പോലെ ഒരു വീഡിയോ ഇട്ട് നമ്മളിത് പാർട്ടായിട്ടായിരിക്കും ഇട്ടുക, നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് കണ്ടൻറ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആൾക്കാരിലേക്ക്, പ്രത്യേകിച്ച് ന്യൂലി മാരീഡ് അല്ലെങ്കിൽ ബേബി പ്ലാൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പുറത്ത് വീട്ടുകാരും ഒന്നുമില്ലാണ്ട് ജസ്റ്റ് കപ്പിൾ മാത്രം പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ അല്ലേ.
എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയുന്ന രീതിയിൽ ഞങ്ങൾ റിപ്ലൈ തരും. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. മാക്സിമം എന്താ പറയുക, കോണ്ടൻസ് ഒക്കെ ഇടാൻ ശ്രമിക്കാം. തികച്ചുകൊണ്ടോ എനിക്ക് മൈക്കൊക്കെ വാങ്ങിച്ചു തന്നു, നാട്ടിൽ പോയ സമയത്ത് മേടിച്ചു തന്നതാണ്. പക്ഷെ ഒരു വീഡിയോ പോലും എടുത്തില്ല. നാട്ടിൽ പോയിട്ട് കൊതു കടിച്ചു, അങ്ങനെ മോന് ഫുൾ അസുഖം അങ്ങനെയൊക്കെ ആയിരുന്നു. മോന് അതെ ഞങ്ങളെല്ലാം ഒന്ന് ഇപ്പം അവ ഉറങ്ങുവാണേ, അമ്മയുണ്ട്. അപ്പം അമ്മ അവൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അകത്തിരുന്ന് സംസാരിച്ചാൽ അവൻ ഉണരും. അപ്പോൾ ഇപ്പോഴാണ് അന്ന് എല്ലാം സംസാരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെ ആയത്. അങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്സായി കാണും. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി എന്ന് തന്നെ പറയാം. പറയത്തക്ക കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, താങ്ക്ഫുള്ളി, ടച്ച് വുഡ്. നല്ല രീതിയിൽ തന്നെ എല്ലാം പോയി. അങ്ങനെ ഹാപ്പി ആയിട്ട് പോണു. ഇപ്പം ഞങ്ങൾ എഡ്മണ്ടണിലാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ മൂവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അത്രേ ഉള്ളൂ അല്ലേ ചേച്ചു? അത്രേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന ഇപ്പം നമ്മൾ ക്ലോസ് ആയിട്ടുള്ള നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാരായിരിക്കും നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കാണും. അപ്പോൾ അവർക്ക് ഇൻസ്പിറേഷൻ അല്ല, അവർക്ക് ഇനി വരാൻ പോകുന്ന ജേണിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് നമുക്കിപ്പം ആരുടെ ചോദിക്കാൻ അങ്ങനെ ഒരു ഇതില്ലല്ലോ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ എമർജൻസി വന്നാൽ ഇത് എങ്ങോട്ട് പോകണം, ഏത് ഹോസ്പിറ്റലാണ് ബെറ്റർ, ഇപ്പം നമ്മുടെ സജഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ അറ്റ്ലീസ്റ്റ് അതെ നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പറയത്തൊക്കെ അങ്ങനെ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും അറിയുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലി, നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലിയൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവരും നമ്മൾ പോയ ഹാർഡ്ഷിപ്സും എല്ലാം മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ ജെന്യുവനായിട്ടാണ് പറഞ്ഞത്, എത്രത്തോളം നിങ്ങൾക്കത് കൺവേ ആയി ഞങ്ങൾക്ക് അറിയില്ല. ഇതൊക്കെയായിരുന്നു സംഭവം. എന്തെങ്കിലും മിസ്സായോ നമ്മൾ? ഇല്ല, എല്ലാം ഒരുവിധം പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഡെലിവറി. ഇപ്പം മോന് 9 മാസമായി. എങ്ങനെ പോണു, സുഖമായിട്ട് പോണു, ടച്ച് വുഡ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അത് മൈക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.